യുഎഇയിൽ പലരും കുറഞ്ഞ വാടകയ്ക്ക് ഷെയറിംഗ് ഫ്ലാറ്റ്, ബെഡ് സ്പേസ്, പാർട്ടീഷൻ റൂം എന്നിവയിൽ താമസിക്കാറുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ചില പ്രധാന നിയമകാര്യങ്ങൾ അറിയാതെ പോയാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം, താമസ രീതികൾ എന്നിവ കെട്ടിടത്തിന്റെ നിയമങ്ങൾക്കും ബന്ധപ്പെട്ട അധികാരികളുടെ ചട്ടങ്ങൾക്കും അനുസരിച്ചായിരിക്കണം. പലരും ചെയ്യുന്ന ഒരു തെറ്റ്, ഒരു മുറി എടുത്ത ശേഷം ഉടമയുടെ അനുമതിയില്ലാണ്ട് കൂടുതൽ ആളുകളെ താമസിപ്പിക്കുക, അല്ലെങ്കിൽ അനുമതിയില്ലാതെ ബെഡ് സ്പേസ് ആയി മറ്റുള്ളവർക്ക് നൽകുക. ഇത്തരം കാര്യങ്ങൾ ടെനൻസി എഗ്രിമെന്റിന്റെ ലംഘനമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പാർട്ടീഷൻ ചെയ്ത് വളരെയധികം ആളുകളെ ഒരു ചെറിയ സ്ഥലത്ത് താമസിപ്പിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഫയർ സേഫ്റ്റി, എമർജൻസി എക്സിറ്റ്, ബിൽഡിംഗ് റെഗുലേഷൻസ് എന്നിവ പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. ഷെയറിംഗ് അക്കോമഡേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്നാമത്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നിയമപരമാണോ എന്ന് ഉറപ്പാക്കുക. രണ്ടാമത്, വാടക നൽകുമ്പോൾ പേയ്മെന്റ് പ്രൂഫ് അല്ല എങ്കിൽ റെസിപ്റ്റ് സൂക്ഷിക്കുക. മൂന്നാമത്, നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, പ്രൈവസി, സേഫ്റ്റി എന്നിവ ശ്രദ്ധിക്കുക. പലർക്കും തോന്നുന്നത് ഓരോ വ്യക്തിയും അക്കോമഡേഷൻ റൂൾസ് പാലിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ വാടക മാത്രം നോക്കി താമസം തിരഞ്ഞെടുക്കരുത്. സുരക്ഷിതവും നിയമപരവുമായ താമസം തിരഞ്ഞെടുക്കുക. താങ്ക് യു.